നന്ദി വരദാനം എന്നതിന്റെ അർത്ഥം കേവലം തപസ്സിന്റെ അന്ത്യത്തിൽ നാം പ്രത്യക്ഷപ്പെടുകയും ഏതെങ്കിലും അത്ഭുത ശക്തി പ്രദാനം ചെയ്യുകയും എന്നതല്ല. ജ്ഞാനമുള്ളവർക്ക് ഈ വസ്തുതയെപ്പറ്റി നന്നായി അറിയാം. എല്ലാ കർമ്മങ്ങളും ഒരു തപസ്യയാണ്. എല്ലാ ശ്വാസവും ഓരോ വരദാനവുമാണ്. എന്നാൽ ഇവയെല്ലാം വാസ്തവത്തിൽ യഥാർത്ഥ തത്വങ്ങളാണ്. ഇതറിയാവുന്നവർക്കിത് വ്യക്തമാക്കുവാൻ സാധിക്കുന്നില്ല. വ്യക്തമാക്കുവാൻ ശ്രമിക്കുന്നതായി നിന്റെ രണ്ടാമത്തെ ചോദ്യം. നമുക്ക് ത്രികാല ദർശനമുള്ളതുകൊണ്ട് ആരെന്ത് വരദാനമാണ് ആവശ്യപ്പെടുവാൻ പോകുന്നത് അതവർ ദുരുപയോഗം ചെയ്യുമെന്നറിഞ്ഞതിനു ശേഷവും അവർക്ക് വരദാനം നൽകുന്നത് എന്തിനാണെന്ന ചോദ്യം. നന്ദിയെ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം നാം വീക്ഷിക്കുകയാണെങ്കിൽ നീ നിന്റെ ഭാവിയിലേക്ക് വേണ്ട സമസ്ത നിർണയങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും വിധി നിരന്തരം നിനക്ക് മുൻപിൽ പലവിധത്തിലുള്ള പരിതസ്ഥിതികൾ നിർമ്മിക്കുകയാണ്. അവിടെ നിനക്ക് വീണ്ടും നിർണയങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും. കാരണം എന്താണ് നന്ദി? കാരണം ഏത് നിർണയമാണ് സ്വീകരിച്ചതെന്നറിയുകയല്ല നമ്മുടെ പ്രധാന ഉദ്ദേശം നന്ദി. മറിച്ച് ഈ നിർണയം സ്വീകരിച്ചതിന്റെ കാരണമറിയുന്നതിനാണ് പ്രാധാന്യം. അതെല്ലാം അറിഞ്ഞതിനു ശേഷവും നാം അവർക്ക് വരദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കും. അനേകം അവസരങ്ങളും നൽകുന്നു. എപ്പോൾ വരെയെന്നാൽ ആ വ്യക്തി താൻ സ്വീകരിച്ച നിർണയങ്ങളുടെ പരിണാമങ്ങളെയും ആ നിർണയം സ്വീകരിക്കുവാനുള്ള കാരണത്തെയും കുറിച്ച് മനസ്സിലാക്കുന്നത് വരെ. അതുവരെയും ഈ കാലചക്രവും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ത്രികാലജ്ഞാനമുണ്ട് എന്നതിനർത്ഥം നാം ആഗ്രഹങ്ങൾക്ക് ഉപരിയാണെന്നുള്ളതല്ല. സാധകർ വരദാനം പ്രാപ്തമാകുന്നതുവരെയും നമ്മെ പ്രതീക്ഷിക്കുന്നതാണ്.